ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ക്രിസ്മസും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? അങ്ങനെ നമ്മുടെ ന്യൂ ഇയറും എത്തി. ഇവിടെയുള്ള ആളുകളൊന്നും ക്രിസ്മസ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നവരല്ല കേട്ടോ. നമ്മുടെ മെയ്ഡിനൊന്നും ക്രിസ്മസിനെ കുറിച്ച് അധികം അറിയത്തു പോലും ഇല്ല. ഇതിപ്പോൾ നമ്മുടെ ക്രിസ്മസിന്റെ തലേദിവസം കേട്ടോ. രാക്കെ ഓഫീസിൽ പോയി, അങ്കു സ്കൂളിൽ പോയി. എൻ്റെ ചായയാണത്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ നമ്മുടെ പാവിൻ്റെ ബ്രെഡ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനങ്ങ് വെക്കുകയാണ്. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് സൈഡ് മാത്രമേ മുറിച്ചെടുക്കുന്നുള്ളൂ. എനിക്ക് ആ നടുക്കുള്ള സോഫ്റ്റ് സംഭവം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അമ്മ രാവിലെ കുറച്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മട്ടർ ഉണ്ടല്ലോ, പൊളിച്ചെടുക്കുന്ന ഫ്രഷ് മട്ടർ, അതും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു കറി. അപ്പോൾ ഇതിൽ നിന്ന് 2-3 കഷ്ണം എടുത്ത് അതും കൂടെ അങ്ങ് ചേർത്ത് കഴിക്കും. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാ ഞാൻ പറഞ്ഞ കറി കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കി. അമ്മ രാവിലെ എഴുന്നേറ്റ് ആദ്യം വെച്ചത് ഇതാ. ഈ സമയത്ത് നല്ല മട്ടർ കിട്ടും കേട്ടോ. മട്ടർ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, അതിൻ്റെ പച്ച കേട്ടോ. നമ്മൾ തോട് പൊളിച്ചെടുക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാക്കെ ഇന്ന് അവിടുന്ന് ഓഫീസിൽ നിന്ന് കഴിക്കുക. അങ്കുവിന് പൈസ കൊടുത്ത് വെച്ചിട്ട് അവിടുന്ന് കഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ലഞ്ച് അങ്ങനെ അങ്ങ് കഴിയും കേട്ടോ. ഇവിടെ ശരിക്കും തണുപ്പ് കൂടി വരും. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടേ. അപ്പോൾ ഇതായിരുന്നു ലഞ്ച്. ഇന്ന് സൗത്ത് ഇന്ത്യൻ സ്പെഷ്യാലിറ്റി ആയിരുന്നു. സൗത്ത് ഇന്ത്യൻ എന്ന് ഉദ്ദേശിച്ചത് മൈസൂർ സ്പെഷ്യൽ ഫുഡായിരുന്നു. അവരുടെ രീതിയിലുള്ള സാമ്പാറും കുറുമയും വട, അതുപോലെ ചട്നി, പിന്നെ എന്തോ ഒരു സാലഡ്, കേർഡ് റൈസ്, നമ്മുടെ ബെസ്ബല്ലെ ബാത്ത്, പിന്നെ ഒരു സ്വീറ്റ്, പിന്നെ ഒരു പൊരിയൽ. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സംഭവം നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് ഇന്നിങ്ങനെ അങ്ങ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ശർമാജിയുടെ കടയിൽ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക. ബേർ ഇപ്പോൾ കിട്ടുന്നതാണ്. ബേർ ശരിക്കും ശരീരത്തിന് ചൂട് തരുന്ന കേട്ടോ. പിന്നെ പേരയ്ക്ക. നമ്മൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തിന് സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ അത് ഈ പേരയ്ക്ക കേട്ടോ. ഈ സ്ഥലം പേരയ്ക്കയ്ക്ക് നല്ല ഫേമസാണ്. കൃഷി കൂടുതലും പേരയ്ക്കൊക്കെയാണ്. നല്ല പേരയ്ക്കയും കിട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ദേ ഇവിടെ പൂക്കളുടെ സീസൺ തുടങ്ങി കേട്ടോ. ശിങ്കാറ് കളറിൽ എന്ത് ഭംഗിയുള്ള പൂവല്ലേ. പിന്നെ കുറേ അണ്ണാറക്കണ്ണന്മാർ ദേഹ്യ മരത്തിലുണ്ടേ. അപ്പോൾ ഇത് ഡിസംബർ 25, 2024 നമ്മുടെ ക്രിസ്മസ് ഡേ ആട്ടോ. ഇന്ന് ഫുള്ള് ദേ ഇങ്ങനെ മൂടി തന്നെ നിൽക്കുക. ഉച്ചയായി എന്നിട്ടും ഫോഗുണ്ടേ. അങ്കു സ്കൂളില്ലല്ലോ. അങ്കുവിന് സ്കൂളില്ല, രാക്കയ്ക്ക് ഓഫീസില്ല. അവൻ അതിലേക്കൂടെ ഒക്കെ ദേ ഹൾക്കിനെ പോലെ ഒന്ന് നടന്ന് കാണിക്കുക. തെർമൽസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ നിർബന്ധിച്ചിട്ട് ആ തെർമൽസ് എങ്കിലും ഇട്ട് കൊടുത്തത്. അപ്പോൾ മൊത്തത്തിൽ മൂടി കെട്ടി നിൽക്കുക. ശരിക്കും കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ചെറിയ മഴ പെയ്തതൊക്കെ കാണിച്ചായിരുന്നല്ലോ. ശരിക്കും ഇപ്പോൾ പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ വായിക്കൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഫോഗാട്ടോ ഇവിടെ. പുക നല്ല തണുപ്പുണ്ട്. അമ്മയുടെ തോളുവേദനയുടെ അത് ഞാൻ പറഞ്ഞല്ലോ, അത് മാറുന്നേ ഇല്ല. ഫിസിയോതെറാപ്പി നിർത്തി. നല്ല വേദനയാണെന്നാണ് പറയുന്നത്. ഫാസ്റ്റായിട്ടൊരു മധുരം ഉണ്ടാക്കി അങ്ങ് തുടങ്ങാവേ. അങ്ങനെ കടായി വെച്ചു, നെയ്യ് ഒഴിച്ചു. നമ്മുടെ വെർമസലി അല്ലെ സേവിയ എന്നിവിടെ പറയും. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ നിറമാക്കി എടുക്കാം. കാരണം റോസ്റ്റ് ചെയ്യാതെ ആയിരുന്നു എൻ്റെ ഇരുന്നത്. അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാല, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ ഞാൻ ഒരുപാട് വട്ടം ഇത് കാണിച്ചിട്ടല്ലേ. നമ്മുടെ സേവിയാൻ കീർ, അതായത് വെർമസലി പായസം കീർ ടൈപ്പിലാണ് ഞാൻ ഇപ്പോൾ വെക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് കുറുക്കി. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡാണ്. പഞ്ചസാര ഞാൻ അധികം ചേർക്കാറില്ല. നമ്മുടെ ഇതിൽ കണ്ടൻസ് മിൽക്ക് കുറവാണെങ്കിൽ മാത്രമേ ഞാൻ പഞ്ചസാര ചേർക്കാറുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കുറുകി വരുമ്പോൾ വീണ്ടും കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും ഇളക്കി നമ്മുടെ കീർ റെഡിയാക്കി എടുത്തു. നന്നായിട്ട് വെന്ത് കേട്ടോ. ആദ്യം അപ്പോൾ അതേ നമുക്ക് കുറച്ചൊന്ന് ഇളക്കി ഒഴിച്ച് നമ്മുടെ വിളക്കിന്റെ മുന്നിൽ കൊണ്ടുവെക്കാം കേട്ടോ. നിങ്ങൾ ക്രിസ്മസിന് പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയോ? എന്ത് പായസം ഉണ്ടാക്കിയത്? ശർക്കരയായിരുന്നോ പാലായിരുന്നോ? ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ ഈ വെർമസലി പായസം വിശേഷങ്ങൾക്ക് പെട്ടെന്ന് വഹിക്കുന്ന ഒരു സംഭവം കേട്ടോ. പക്ഷെ രാക്കയുടെ സൈഡിലോട്ടൊക്കെ മടിയന്മാരുടെ പായസം എന്നാണ് ഇതിന് പറയുന്നത്. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതേ വിളക്കിന് മുന്നിൽ വെച്ചു. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ രാക്കയുടെ കേക്കാട്ടോ. അതെ, ഇത് രാക്ക ഉണ്ടാക്കിയ പ്ലം കേക്കാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ രാക്ക എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ കാണിച്ചായിരുന്നല്ലോ. ആ റമ്മ് ഒക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അത് ഞാൻ ഉണ്ടാക്കി കേക്ക്. ഞാൻ അങ്ങോട്ട് പോയതില്ല കേട്ടോ. ഞാൻ ശരിക്കും ഉറങ്ങുമായിരുന്നു ആ സമയം കൊണ്ട്. രാക്ക ഉണ്ടാക്കിക്കൊണ്ട് വെച്ച് കേക്ക് ആറാൻ വെച്ചിട്ട് എൻ്റെ താഴെയുള്ളത് ചിരണ്ടി ഞങ്ങൾക്ക് കൊണ്ടുവരും കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറാണോടാ? അടിപൊളിയാണോ? ഇത്ര സൂപ്പറോ? നോക്കട്ടെ. Why do you buy plum cake from outside when you can make this? Why do you buy plum cake from outside? If you can make this in super. plum cake is
ഒരു പീസിങ് മുറിച്ചായോ? അപ്പോൾ അതേ കേക്ക് ഇളക്കി വെച്ചേക്കുക. ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടിഭാഗവും സൈഡും. മുകളിൽ കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. പിന്നെ അതേ സൈഡ് കണ്ടോ, നല്ല സൂപ്പറായിട്ട് വിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും ഉണ്ടാക്കുന്ന കണ്ടതേ ഇല്ല കേട്ടോ. ഞാൻ ശരിക്കും റെസ്റ്റ് ചെയ്തൊന്ന് ഉറങ്ങിപ്പോയി. രാഖി ആ സമയം കൊണ്ട് ഉണ്ടാക്കി അത് തണുത്ത് രാഖിയെ തന്നെ അതേ പീസ് ചെയ്ത് നമുക്കൊക്കെ തരിക. അമ്മയും അകത്ത് റെസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. ആ സമയം കണ്ട് രാഖിക്ക് എന്തായാലും അടുക്കള ഒഴിഞ്ഞു കൊടുത്തപ്പോൾ രാഖി പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു. ഹീറ്റർ ഇട്ടേക്കുന്നതുകൊണ്ട് ഞങ്ങൾ റൂം അടച്ചിട്ടുണ്ട്. മണമൊന്നും വന്നില്ലായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല മണം ഉണ്ടായിരുന്നത്. അമ്മയും വരുന്നുണ്ടേ. സൈഡ് കാണിച്ച് കാണാൻ വയ്യ. ഓ സൂപ്പറായിട്ട് വന്നു രാഖി. അടിപൊളിയായിട്ട് വന്നു കേട്ടോ. സൂപ്പറായിട്ട് വന്നതോ. അടിഭാഗവും നല്ലത്. ഓൻ കഴിക്ക്. ഇങ്ങനെയുണ്ട്. സൂപ്പർ. ആ നല്ല സോഫ്റ്റാ. ഹാപ്പി ക്രിസ്മസ്. നമുക്കിതിനകത്ത് കഴിക്കാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് കേക്ക്. രാഖി ഉണ്ടാക്കിയത് എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം. എനിക്ക് പറയാൻ വയ്യ. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കി. അതിൻ്റെ ടെക്സ്ചറൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ടൊന്ന് പറയൂ. അത്രയ്ക്ക് സൂപ്പർ കേക്കായിരുന്നു. ഓറഞ്ച് പീലൊക്കെ പുള്ളിക്കാരൻ ലാസ്റ്റ് ഇട്ട് കേട്ടോ. ഞാൻ ശരിക്കും കണ്ടില്ല. എനിക്കതിൽ ഭയങ്കര വിഷമമായിപ്പോയി. അത്രയ്ക്ക് സൂപ്പർ കേക്കായിരുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും സൂപ്പറായിട്ട് രാഖി കേക്ക് ഉണ്ടാക്കുമെന്ന്. എല്ലാം കറക്റ്റ് കേട്ടോ. മധുരമായാലും എനിക്കൊന്നും പറയാനില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് അതിൻ്റെ സെപ്പറേറ്റ് പോലും അതിൻ്റെ ടേസ്റ്റുകൾ അറിയാൻ വയ്യാത്ത രീതിയിൽ ആ കേക്കിനോട് അങ്ങ് ചേർന്ന് നന്നായിട്ട് ആ റമ്മിലൊക്കെ അങ്ങ് പിടിച്ചേക്കുന്ന കേട്ടോ. എനിക്കറിയില്ല എങ്ങനെ രാഖി ഇത്ര സൂപ്പറായിട്ട് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം പടപടയെന്ന് കഴിച്ചത് ഇനി ഒരു കുഞ്ഞു പീസും കൂടെ ഉള്ളൂ. ബാക്കി എല്ലാം ഞങ്ങൾ തീർത്തു കിട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കേക്ക് കഴിഞ്ഞു. അങ്കുവിൻ്റെ റേറ്റിംഗ് കൈയും കാലും ബുക്കി കാണിക്കും. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാർ ഇട്ടില്ലായിരുന്നല്ലോ. നമ്മുടെ സ്റ്റാർ ഉണ്ടായിരുന്നു. അങ്ങനെ രാഖിയതേ ഇടാനായിട്ട് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ പുറത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ന്യൂ ഇയറിനും എന്തായാലും സ്റ്റാർ കിടക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റാർ. കഴിഞ്ഞ വർഷം ഈ സ്റ്റാർ തന്നെ ഇട്ട കേട്ടോ. അത് ഊരി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ വീട്ടിലായിരുന്നു കഴിഞ്ഞ വർഷം. അത് പുതിയതായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാർ ഒന്നും കിട്ടത്തൊന്നുമില്ല കേട്ടോ. ശർമ്മയുടെ ഇടയിലൊന്നും സ്റ്റാർ ഒന്നുമില്ല. ഇത് ഞങ്ങൾ വേറെ എവിടുന്നോ വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം വന്നതായിരുന്നു. അപ്പോൾ സ്റ്റാർ തൂക്കിയിട്ടുണ്ട്. ഓണാക്കട്ടെ, ഒന്ന് ഓണാക്കുവാന്ന്. അപ്പോൾ ബൾബ് റെഡി ആയിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞു. ചുറ്റും നമ്മൾ ദിവാലിക്കിട്ട ലൈറ്റ് ആട്ടോ. എന്തായാലും ന്യൂ ഇയറും കൂടെ കഴിഞ്ഞിട്ട് ഇനി മാറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മാറ്റി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി മാറ്റാൻ. എന്തായാലും സ്റ്റാറും കൂടെ കിടക്കട്ടെ. അങ്ങനെ സ്റ്റാർ തൂക്കിയിട്ടുണ്ട്. അങ്കൂർ ഇതിലൊന്നും വലിയ ഇതില്ല കേട്ടോ. ഞാനും രാഖി ഇതിനൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ എന്തായാലും സ്റ്റാർ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഖിയെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നേരത്തെ തൂക്കാതിരുന്നത്. എന്തായാലും ഇപ്പം അങ്ങ് തൂക്കി കിട്ടി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്റ്റാറും കൂടെ തൂക്കി കേട്ടോ. നമ്മുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ രീതിയിലൊന്നും ഇവിടെ നടത്താനും പറ്റത്തില്ലല്ലോ. അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സന്തോഷമായിട്ട് നമ്മളിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ്. ഡിന്നറിന് നമ്മളുടെ കോഫി ഹൗസിൽ നിന്ന് ബിരിയാണി വാങ്ങിട്ടോ. സാലഡ്, നമ്മുടെ നാടൻ സാലഡ്, പിന്നെ ചിക്കൻ ബിരിയാണിയും വാങ്ങി, എഗ് ബിരിയാണിയും വാങ്ങി കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ ബിരിയാണിയാണ്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ മുട്ട ബിരിയാണി. കുറേ റൈസ് കാണും അവിടെ നിന്ന് വാങ്ങുന്ന ബിരിയാണിയിൽ. ഇനി ഒരെണ്ണം കൂടെ പൊട്ടിക്കാതുണ്ട്. ഞാൻ തൽക്കാലം കുറച്ച് പൊട്ടിച്ച് 2 പ്ലേറ്റിലാക്കി ഇട്ടെന്നേ ഉള്ളൂ. ഇനി ഓരോ പ്ലേറ്റുകൾ എടുത്തിട്ട് ആവശ്യത്തിന് ഓരോരുത്തർ കഴിക്കും. പൊല്യൂഷൻ ആയതുകൊണ്ട് ഡൽഹിയിൽ റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റാതെ സ്റ്റക്കായി പോയത് കേട്ടോ. എല്ലാവർക്കും വേണ്ടി അങ്കുവിൻ്റെ വക ഒരു ക്രിസ്മസ് കാരോളും ഉണ്ട്. അവൻ്റെ ഒരു ഗാനമായിരുന്നു ക്രിസ്മസ് ഗാനം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു ക്രിസ്മസും ദിവസമൊക്കെ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.